റിലിജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിൽ നായികയായി അഭിനയിച്ചതിൻ്റെ പേരിൽ ജാതീയ കേരളം മാനസികമായും ശാരീരികമായും തളർത്തി നാടുകടത്തിയ ദലിത് പെൺകുട്ടിയുടെ പേരാണ് PK റോസി. തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട് ആമത്തറ വയലിന് സമീപം, അതായത് ഇപ്പോൾ കനകനഗർ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് 1903 ഫെബ്രുവരി 10 രാജമ്മ എന്ന PK റോസി ജനിക്കുന്നത്. ആ കാലത്ത് ആ പ്രദേശത്തെ ദലിതർ ചേർന്ന് ചേരമർ കലാസംഘം എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് കാക്കാരശ്ശി നാടകം അവതരിപ്പിച്ചു പോന്നിരുന്നു. രാജമ്മ വളർന്നപ്പോൾ ഈ കലാസമിതിയിൽ നടിയായി ചേർന്നു. അതുവരെ സ്ത്രീവേഷം കെട്ടിയിരുന്നത് പുരുഷന്മാർ ആയിരുന്നു. അങ്ങനെ ആദ്യമായി കാക്കാത്തിയുടെ വേഷം കെട്ടുന്ന സ്ത്രീ രാജമ്മയായി മാറി. ഇവിടെ നിന്നുമാണ് രാജമ്മയുടെ കലാജീവിതം ആരംഭിക്കുന്നത്. 1927-28 കാലഘട്ടത്തിൽ വിഗതകുമാരൻ എന്ന ആദ്യ ചിത്രത്തിലെ നായികയായി JC ഡാനിയൽ രാജമ്മ എന്ന PK റോസിയെ കണ്ടെത്തുന്നതുവരെ ഉപജീവനത്തിനായി പുല്ലുവെട്ടി വിറ്റാണ് റോസി ജീവിച്ചിരുന്നത്. രാജമ്മയ്ക്ക് റോസി എന്ന പേര് നൽകുന്നത് JC ഡാനിയൽ ആയിരുന്നു. അങ്ങനെ JC ഡാനിയൽ ട്രാവൻകൂർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച വിഗതകുമാരനിൽ രാജമ്മ നായികയായി അഭിനയിച്ചു. സ്ത്രീകൾ കലാരംഗത്ത് വരുന്നതിനെ എതിർത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ സാധാരണ ഒരു ദലിത് സ്ത്രീയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. സരോജം എന്ന സവർണ സ്ത്രീയുടെ വേഷത്തിലാണ് ഒരു ദലിത് സ്ത്രീയായ റോസി വിഗതകുമാരനിൽ അഭിനയിച്ചത്. 1928 നവംബർ 7 തിരുവനന്തപുരത്ത് ക്യാപിറ്റോൾ തിയേറ്ററിൽ വിഗതകുമാരൻ്റെ ആദ്യ പ്രദർശനം. അന്നത്തെ പ്രഗത്ഭ വക്കീലായിരുന്ന മുള്ളൂർ S ഗോവിന്ദപിള്ളയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം ആരംഭിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. സവർണ കഥാപാത്രത്തെ കീഴ്ജാതിക്കാരിയായ റോസി അഭിനയിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ച് റോസിയുടെ രംഗങ്ങൾ വരുമ്പോൾ കാണികൾ കൂവിയും ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞും സ്ക്രീൻ കുത്തിക്കീറിയും പ്രതിഷേധം പ്രകടിപ്പിച്ചു. തുടർന്ന് റോസിക്ക് നേരെ ആക്രമണമുണ്ടായി. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൽ വെച്ച് ജാതിവെറിയന്മാർ പരസ്യമായി അവളെ വസ്ത്രാക്ഷേപം ചെയ്തു. അവസാനം സംഘടിതമായി വന്ന ജാതിവെറിയന്മാർ അവളെയും അവളുടെ കുടുംബത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവളുടെ കുടിലിന് തീയിട്ട് നശിപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടിയ റോസി റോഡിലൂടെ വന്ന ലോറിയുടെ മുമ്പിൽ ചാടി രക്ഷിക്കണമേ എന്ന് അലറിക്കരഞ്ഞു. ലോറി ഡ്രൈവർ നാവർകോവിൽ സ്വദേശി കേശവപിള്ള റോസിയെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി. പിന്നീട് കേശവപിള്ള തന്നെ റോസിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും റോസിക്ക് സമാധാനം ലഭിച്ചില്ല. കീഴ്ജാതിക്കാരിയെ വിവാഹം കഴിച്ചതുകൊണ്ട് കേശവപിള്ളയെ വീട്ടുകാർ പുറത്താക്കി. തുടർന്ന് വടപളനിയിലെ ഓട്ടുപുര തെരുവിൽ വാടക വീട്ടിൽ അവർ താമസം ആരംഭിച്ചു. പിന്നീട് റോസി രാജമ്മാളായി മാറി. 1987 വടപളനിയിലെ വാടക വീട്ടിൽ വെച്ച് ഒരിക്കലും തന്നെ തല്ലി ഓടിച്ച സ്വദേശം കാണാതെ 64-ാം വയസ്സിൽ റോസി ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള അറിവുകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.